ഇന്ന് മാർച്ച് 6 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ഉൾപ്പെടെ 10 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയാണ്. തിയേറ്ററുകളിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായി ആവറേജ് വിജയം മാത്രം നേടിയെടുത്ത ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ നാളെ അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 8-ാം തീയതി OTT റിലീസ് ചെയ്യുകയാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് ഇന്ന് തെലുഗു OTT പ്ലാറ്റ്ഫോമിൽ നിന്നും OTT റിലീസ് ചെയ്ത ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഋതിക നായകവേഷത്തിലെത്തിയ ഒരു ത്രില്ലർ സിനിമയാണ് വളരി. ചിത്രം ETV വിൻ എന്ന തെലുഗു പ്രാദേശിക OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ന് മാർച്ച് 6-ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തേത് ബോളിവുഡിൽ നിന്നുള്ള ഏറ്റവും പുതുതായിട്ട് OTT റിലീസിനൊരുങ്ങുന്ന സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മഹാറാണി എന്നാണ് സീരീസിൻ്റെ പേര്. സീസൺ 3 ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 7-ന് സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലർ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്ത തമിഴ് സിനിമയാണ്. ആമസോൺ പ്രൈമിലൂടെ നാളെ അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 8-ന് സിനിമ ഹിന്ദി ഭാഷയിൽ കൂടി OTT റിലീസ് ചെയ്യുകയാണ്. വടക്കുപാട്ടി രാമസ്വാമി എന്നൊരു തമിഴ് സിനിമ കൂടി ഇന്ന് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സന്താനം നായകനെത്തിയ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ആമസോൺ പ്രൈമിലൂടെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. തമിഴിൽ നിന്നും ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന ഷംന കാസിം നായികവേഷത്തിലെത്തുന്ന സിനിമയാണ് ഡെവിൾ. ചിത്രം നാളെ അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 8-ാം തീയതി തെൻകോട്ട OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മോളിവുഡിൽ നിന്നും ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ OTT റിലീസ് ചെയ്യുകയാണ്. ഭാവന നായികവേഷത്തിലെത്തുന്ന റാണി. ചിത്രം നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ഒരു ശങ്കർ രാമകൃഷ്ണൻ സിനിമയാണ്. മനോരമ മാക്സിലൂടെ ആയിരിക്കും മാർച്ച് 7-ന് ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ സിനിമ OTT റിലീസ് ചെയ്യുക. നാളെ മലയാളത്തിൽ പുതിയൊരു OTT പ്ലാറ്റ്ഫോം കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഏറ്റവും പുതിയ മലയാളം OTT പ്ലാറ്റ്ഫോമിന്റെ പേര് സീ സ്പേസ് എന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ OTT പ്ലാറ്റ്ഫോമിലൂടെ ആദ്യഘട്ടത്തിൽ ഏകദേശം 40ഓളം ഡോക്യുമെന്ററി സീരീസ്, സിനിമകൾ, ഒപ്പം തന്നെ ഷോർട്ട് ഫിലിംസ് എല്ലാം തന്നെയാണ് വരുന്നത്. നാളെ ഉദ്ഘാടന സിനിമയായിട്ട് B32 മുതൽ 44 വരെ എന്ന സിനിമ കൂടി സീ സ്പേസിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോഴിത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തമിഴിൽ നിന്നും ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന സീരീസ് ദ ഹാർട്ട് ബീറ്റ് എന്ന സീരീസാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ നാളെ അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 8-ന് ഈ തമിഴ് സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഹാർട്ട് ബീറ്റ് ലഭ്യമാക്കുന്നതാണ്. സീരീസിന്റെ OTT റിലീസിനായിട്ടും അഭിപ്രായങ്ങൾ കേട്ടും കാത്തിരിക്കൂ. വീഡിയോയിലെ 10ാമത്തെ OTT അപ്ഡേറ്റ് പ്രമേയുഗത്തിൻ്റെതാണ്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 15-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രമാണ് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന പ്രമേയുഗം. ഇന്ന് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം ചിത്രത്തിന്റെ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സോണി ലിവിലൂടെ ചിത്രം അടുത്ത ആഴ്ച മാർച്ച് 15-ാം തീയതി, അതായത് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം ഒരു മാസ വേളയിൽ തന്നെ OTT റിലീസ് ചെയ്യുകയാണ്. ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ മലയാളം സിനിമ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പ്രമേയുഗത്തിന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ OTT അപ്ഡേറ്റുകൾ കേട്ടും കാത്തിരിക്കും.